കുംഭമാസം 1-ാം തീയതി, അതായത് ഫെബ്രുവരി മാസം 13-ാം തീയതി ശത്രുഗ്രഹങ്ങളായ സൂര്യൻ്റെയും ശനിയുടെയും കുംഭം രാശിയിലുള്ള സംയോഗം നടക്കുകയാണ്. ഇത് 5 രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുവാൻ പോകുന്നത്. ഈ പറയുവാൻ പോകുന്ന 5 രാശിക്കാരും ഈ ഒരു കാലയളവിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ. നീണ്ട 1 വർഷ കാലയളവിലെ ഇടവേളയ്ക്ക് ശേഷമാണ് സൂര്യൻ ശനിയുടെ ആധിപത്യത്തിലുള്ള കുംഭം രാശിയിലേക്ക് എത്തുന്നത്. ഗ്രഹങ്ങളിൽ പിതാവും പുത്രനും എന്നറിയപ്പെടുന്ന 2 ഗ്രഹങ്ങളാണെങ്കിൽ തന്നെ ഈ 2 ഗ്രഹങ്ങളും ശത്രുഭാവം വെച്ചു പുലർത്തുന്നതിനാൽ ഈ പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് ജീവിതത്തിൽ കഷ്ടതകളും അനർത്ഥങ്ങളുമൊക്കെ വന്നു ഭവിക്കുവാനിടയുള്ള ഒരു സമയമാണ് ഇത്. അപ്പോൾ ഈ ശത്രുഗ്രഹങ്ങളായ ശനിയുടെയും സൂര്യൻ്റെയും കുംഭം രാശിയിലുള്ള സംയോഗത്താൽ ജീവിതത്തിൽ വളരെയധികം കരുതലുകൾ എടുക്കേണ്ട രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് വന്നു നേരിടുവാൻ ഇടയുള്ള പ്രതിസന്ധികളെ പറ്റിയുമെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുംഭമാസത്തിൽ മുഴുവനായി നിങ്ങളിൽ ദോഷഫലങ്ങൾ വിതയ്ക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്രകാരം ഈ ശത്രുഗ്രഹങ്ങളായ ശനിയുടെയും സൂര്യൻ്റെയും സംയോഗം ജീവിതത്തിൽ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ കുംഭമാസം പിറക്കുന്നത് മുതൽ ചില സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടതായി വരും. ചില സമയങ്ങളിൽ നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ പോലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു കാലയളവിൽ വന്നു ഭവിക്കുന്നത്. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ പ്രത്യേകിച്ചൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് പോലും ഈ ഒരു ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്ന തരത്തിൽ നേരിടുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പണം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്കുണ്ടാവും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മനസ്സ് മടുത്തു പോകാതെ ഈശ്വരനോട് അടുത്ത് നിൽക്കുക. അതുപോലെ തന്നെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഗ്രഹസംയോഗം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നാശം വിതയ്ക്കുന്ന തരത്തിലാണ് വന്നു നിൽക്കുന്നത്. അനർത്ഥങ്ങളും അപകടങ്ങളുമൊക്കെ നിങ്ങളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവിൽ നിന്ന് പോലും വന്നേക്കാം. നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ നെട്ടോട്ടമോടുന്ന തരത്തിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഈ ഒരു കാലയളവിൽ പ്രാധാന്യം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇനി കുംഭമാസത്തിലെ സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന 2ാമത്തെ രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത്
സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വളരെയധികം അപകടങ്ങളും അനർത്ഥങ്ങളുമൊക്കെ പതിയിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹസംയോഗത്താൽ നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു വാക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആയുസ്സിനെ തന്നെ ചിലപ്പോൾ രക്ഷിക്കുന്ന ഒരു കാര്യമായി മാറും. അതിനാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നമാണെങ്കിലും, അതല്ല ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നമാണെങ്കിലും, അതുമല്ല ഇനി ഒരു പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചുണ്ടാകുന്ന പ്രശ്നമാണെങ്കിലും നിങ്ങൾ പരമാവധി ആത്മസംയമനം പാലിക്കുക. അതുപോലെ കൂട്ടാളികളുമായി ചേർന്ന് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പൂർണ്ണമായി കൂട്ടത്തിലുള്ള ആളുകളെ വിശ്വസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ചില തരത്തിലുള്ള വിശ്വാസവഞ്ചനയും ചതിവുമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുവാൻ ഈ ഒരു കാലയളവിൽ ഇടയുണ്ട്. ഇനി മൂന്നാമതായിട്ട് കുംഭമാസം പിറക്കുന്നത് മുതൽ ജീവിതത്തിലെ ഓരോ ദിവസവും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് പോകേണ്ട രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ശത്രുഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉളവാകുവാൻ ഇടയുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാഠിന്യം ഏറുന്ന സമയമായിരിക്കും കുംഭമാസം എന്ന് പറയുന്നത്. മാത്രമല്ല മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു കാലയളവിൽ ധനനേട്ടമുണ്ടാകും എന്ന് കരുതി ചെയ്യുവാൻ തുടങ്ങുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളായിരിക്കും നൽകുന്നത്. കഴിവതും നിങ്ങൾക്ക് പരിചയമില്ലാത്ത മേഖലകളിലുള്ള ഒരു കാര്യങ്ങളും പുതിയതായി ഈ കുംഭമാസത്തിൽ തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ കൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ ജീവന് പോലും ആപത്താവുന്ന ചില കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ സംഭവിക്കുവാനിടയുണ്ട്. ഇനി നാലാമതായിട്ട് ശത്രുഗ്രഹങ്ങളായ സൂര്യൻ്റെയും ശനിയുടെയും കുംഭം രാശിയിലുള്ള സംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിടേണ്ടി വരുന്ന രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. സൂര്യനും ശനിയും തമ്മിലുള്ള ഈ സംയോഗം കുംഭം രാശിയിൽ ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. ഒരു ജോലിയുമില്ലാത്ത കുംഭം രാശിക്കാരേക്കാൾ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത് ജോലിയുള്ള കുംഭം രാശിക്കാർക്കായിരിക്കും. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ചില കടുത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മസംയമനം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉളവാകുവാനിടയുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങൾക്ക് തീർത്തും ദോഷഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തി വയ്ക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും
മാനഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും വരെ സംഭവിക്കുന്നതായി ഫലത്തിലുണ്ട്. അതിനാൽ കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയും മാത്രം ചെയ്യുക. ഇനി അഞ്ചാമതായിട്ട്, ഈ ശത്രുഗ്രഹങ്ങളുടെ സംയോഗം ജീവിതത്തിൽ വളരെയധികം ദോഷഫലങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന രാശിക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു കാലയളവിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. എത്ര അടുത്ത സുഹൃത്തുക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾക്കാണെങ്കിലും പണം കടം കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് വന്നു ചേരുവാനിടയുണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദുഃഖത്തിലേക്ക് തള്ളിയിടുവാനും ഇടയാകും. മാത്രമല്ല, ജീവിത പങ്കാളിയുമായി സംസാരിക്കുന്ന ഓരോ വാക്കുകളിലും ശ്രദ്ധ ചെലുത്തുക. അടുത്ത ഭാഷയിലുള്ള സംസാരം പരമാവധി ഒഴിവാക്കുക. കാരണം മനുഷ്യ മനസ്സിനെയും മനുഷ്യൻ്റെ ചിന്തയെയും തന്നെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയുണ്ട് ഈ ഗ്രഹസംയോഗത്തിന്. അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള 5 രാശിക്കാരും പ്രത്യേകിച്ച് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത്രയും അപകട സാധ്യതകൾ ഈ കുംഭം 1-ാം തീയതി നടക്കുന്ന ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഇതിൽ ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല. കാരണം ഈശ്വരാധീനം നിങ്ങളോടൊപ്പമുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധയോടെ ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.